ഉണ്ടല്ലോ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ കണ്ടാലോ അപ്പം എല്ലാവരും വായോ. ഞാനാണെങ്കിൽ മടിച്ച് കോത ഇങ്ങനെ അങ്ങ് കിടക്കുവാണ്. 7 മണി ആയി കേട്ടോ, 7 മണിയായേ ആയുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ സൂര്യൻ ഉദിച്ചിഞ്ഞ് വന്നു ഗൈസ്. കാരണം ഇപ്പം പകലാണല്ലോ കൂടുതൽ, വേനൽ സമയത്ത് അങ്ങനെയാണല്ലോ. പിന്നെ എണ്ണീറ്റ് വന്ന പടെ മുഖം അങ്ങ് കഴുകി. ഞാൻ പല്ല് തേക്കുന്നതിനെക്കാട്ടിലും മുമ്പേ മുഖം കഴുകും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് തലതിരിഞ്ഞ് ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ലടാ, ഉറക്കം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മുഖം എല്ലാം അങ്ങോട്ട് വീർത്ത് കെട്ടി പിന്നെയും പോയി കിടന്ന് ഉറങ്ങാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മുഖം അങ്ങ് തേച്ചൊരച്ച് കഴുകുന്നത്. നല്ല രീതിയിൽ മുഖം കഴുകണം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മുഖക്കുരു വരുന്നുണ്ടോ, എന്താണെന്ന് അറിയത്തില്ല. എന്ത് ചെയ്തിട്ട് മാറ്റുമെന്ന് എനിക്ക് അറിയില്ല രമണ, അറിയില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ വിയർത്ത് കുളിച്ച് ഒലിച്ചാണ് എഴുന്നേറ്റ് വരുന്നത്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു തമ്പുരാനെ, ബാംഗ്ലൂരൊക്കെ ഇപ്പം കേരളത്തിനെക്കാട്ടിലും കഷ്ടമായെന്ന് തോന്നുന്നു ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര ചൂട്. പിന്നെ ആണെങ്കിൽ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ട് ഞാൻ ചൂടുവെള്ളം, ഗ്രാമ്പു ഇട്ടാണ് കേട്ടോ ഞാൻ വെള്ളം കുടിക്കുക. ഗ്രാമ്പു ഇട്ട വെള്ളം ഞാൻ പോയി സമാധാനത്തിൽ ഇരുന്ന് കുടിച്ചു. വെള്ളം ഇരുന്ന് കുടിക്കണം എന്നാണെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാനും പോയി ഇരുന്ന് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചത്. രാവിലെ 7 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് ഒരു കിളി പോയി ബ്രഷ് ചെയ്യാൻ പോയതേ. അപ്പം മറന്നുപോയി. സാധാരണ എണ്ണീറ്റ പാടെ ഞാൻ മടക്കി വെക്കൂടാ, നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സ്വഭാവം. അങ്ങനെ അതെല്ലാം കൂടെ മടക്കി വെച്ചു. ഞാനുണ്ടല്ലോ ഇന്ന് രാത്രി ഒരു പഴം കൊണ്ട് സൈഡിൽ എവിടെയെങ്കിലും വെക്കും. പഴം വേറെ ഒന്നിനും അല്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ രാത്രി വിശപ്പിൻ്റെ കുറച്ച് അസുഖമുണ്ട്. അപ്പം ഞാൻ എന്താണ് വീട്ടിലുള്ള മീൻസ് ഞങ്ങളങ്ങനെ ബേക്കറി സാധനം ഒന്നും അങ്ങനെ കൊണ്ടുവെക്കാറില്ല. കൊണ്ടുവന്നാൽ ഞങ്ങൾ അപ്പം തന്നെ തിന്ന് തീർക്കും. കൊച്ചു പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പം ചൂടും കൂടെ ആയതുകൊണ്ട് പഴം കഴിക്കുന്നത് നല്ലതാണല്ലോ ചൂട് സമയത്ത്. അതുകൊണ്ട് പഴം വാങ്ങിച്ച് വെച്ചാണ്. രാത്രി ഒരെണ്ണം കഴിച്ചു. എന്നിട്ട് ഒരെണ്ണം കൂടി ഞാൻ കൊണ്ടുവന്ന് അവിടെ സൈഡിൽ വെച്ചിട്ട് വിശന്നങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിച്ചണിലോട്ട് വരെ പോകണ്ടല്ലോ. കുറച്ച് മോയ്സ്ചറൈസറൊക്കെ നമ്മുടെ മുഖത്തൊക്കെ അങ്ങോട്ട് വാരി തേച്ച് കിട്ടാം. എന്നിട്ട് പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക്, നിങ്ങൾക്കറിയാലോ അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ പാത്രമൊക്കെ വന്ന ഉടനെ അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. രാത്രി പാത്രം കഴുകിയില്ലടാ. മിക്ക ദിവസം ഇങ്ങനെ തന്നെയാണ്. മിക്ക ദിവസം രാത്രി പാത്രം കഴുകാൻ മറന്നു പോകുന്നതല്ല, മടി വയ്യ അങ്ങ് ക്ഷീണം. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി പാത്രമൊക്കെ കഴുകി വെച്ച് രാവിലെ അത്ര പണി കുറഞ്ഞു കിട്ടും. പിന്നെ ആണെങ്കിൽ രാത്രിയിൽ മാത്രം കഴിച്ച പാത്രമാണ് ഇത്. എന്നാൽ ഇതിന് മാത്രം എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. എൻ്റെ പൊന്നു തമ്പുരാനെ, എനിക്കറിയാൻ പാടില്ല. ഇനി ഇത് അപ്പുറത്തെ വീട്ടിലെ വല്ല പാത്രമാണോ? പിന്നെ ഒരു കണക്കിന് നല്ലതാണ്. രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞ ഒരു ഉന്മേഷം ആയിക്കോട്ടെ. നാട്ടിലാണ് മുറ്റം തൂക്കായിരുന്നു. പണ്ടൊക്കെ ഞാനാണെങ്കിൽ തണുപ്പ് സമയത്തുണ്ടല്ലോ മുറ്റം രാവിലെ എണ്ണീറ്റ പാടെ പോയി മുറ്റം തൂക്കും. വേറെ ഒന്നിനുമല്ല, തണുപ്പ് സമയത്ത് മുറ്റം ഒക്കെ ഒന്ന് തൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ശരീരമൊക്കെ ഒന്ന് അനങ്ങുമല്ലോ. അനങ്ങുമ്പോഴത്തേക്കും ആ തണുപ്പൊക്കെ അങ്ങ് മാറി ഒന്ന് വിയർക്കുമ്പം കുളിക്കാനുള്ള മടി അങ്ങ് മാറിക്കിട്ടും. നിങ്ങളായാലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോടാ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടടാ. എനിക്ക് കുളിക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യും ഞാൻ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കയറാനും പറ്റില്ല. വെള്ളത്തിലാശാനെക്കാട്ടിലും കഷ്ടമായിട്ട് അവിടെ വെള്ളത്തിൽ തന്നെ അങ്ങ് കിടക്കുകയും ചെയ്യും. നമുക്ക് തോടും പുഴയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കുട്ടനാട്ടുകാരല്ലേ. എനിക്ക് പക്ഷെ നന്നായിട്ട് നീന്താനൊക്കെ അറിയാം കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കയറാൻ തോന്നൂലടാ, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ അമ്മ വടിയൊക്കെ ആയിട്ട് വരണം, കയറടി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അമ്മയും ഞങ്ങളും തമ്മിലൊരു യുദ്ധമായിരിക്കും. ഞാനും എൻ്റെ അനിയനും അനിയത്തി നമ്മൾ ഈ വെള്ളത്തിലാശാന്മാരെ പോലെ വെള്ളത്തിലങ്ങ് കിടക്കും. അത് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടേണ്ടടാ. ഞാനാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കും. അതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ എണ്ണീറ്റോടെ അത് കഴിക്കും. എണ്ണീറ്റ് പാടല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. എനിക്ക് എണ്ണീറ്റ് വന്ന പാടെ ബ്രഷ് ചെയ്തിട്ട് ഒരു സാധനവും കഴിക്കാൻ പറ്റൂല. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ തേണ്ടടാ, ഞാൻ നോക്കടാ, നമ്മുടെ കർട്ടൻസൊക്കെ ഞാനാണെങ്കിൽ കഴുകാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ കർട്ടനിലെ കുറേ സാധനങ്ങൾ പൊടിഞ്ഞ് അതിനകത്ത് വീണടാ. ഞാനിനി എന്ത് ചെയ്യും മല്ലയ്യ? അത് നല്ല കർട്ടനാടാ, നല്ല തുണിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എന്താ പറയുക, ആ ബട്ടൺസ് വരുന്ന അവിടെ അതിനൊരു സപ്പോർട്ടിന് വേണ്ടി കൊടുത്തിരുന്നതായിരുന്നു തോന്നുന്നു ഈ പേപ്പർ. നമ്മൾ ചില എന്തുപടാ പറയുക, എംബ്രോയിഡറി എൻ്റെ പൊന്നു തമ്പുരാനെ നാക്കുളുക്കണടാ. നമ്മൾ ചില ഉടുപ്പുകളിൽ വേറെ ഡിസൈനൊക്കെ വരുമ്പോഴത്തേ അതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുക്കൂലേടാ പേപ്പർ പോലെ, അങ്ങനെ എന്തോ കൊടുത്തായിരുന്നടാ. എല്ലാം പൊടിഞ്ഞു പോയി. പിന്നെ തന്നെ ടെറസിൽ വന്ന് ഞാൻ ഇതെല്ലാം അങ്ങ് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി വ്യൂ. എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ ടെറസിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. എങ്ങനെയുണ്ട്? പണ്ട് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഇവിടെ വന്നപ്പോഴില്ല, അവർ പറഞ്ഞു, എടി ഇത് കണ്ടിട്ട് ഗൾഫ് പോലെ ഉണ്ടല്ലോ, ഇവിടെ മേളിൽ കയറിയെന്ന് നോക്കിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണോ ഗൈസ്? ഗൾഫൊക്കെ ഇങ്ങനെയാണോ? അത് കഴിഞ്ഞ് ഞാൻ അതെല്ലാം വിരിച്ചിട്ടിട്ട് തിരിച്ചിങ്ങ് വന്ന റൂമിൽ. എന്നിട്ട് നമ്മൾ മുമ്പേ കഴുകി വെച്ച പാത്രമൊക്കെ ഇല്ലായിരുന്നോന്നേ, അതെല്ലാം ഒന്ന് അടുക്കി പിറകി താവട്ടങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മുകളിലായിട്ട് ഷെൽഫൊന്നും ഇല്ലടാ. ബാംഗ്ലൂർ അങ്ങനെ, നാട്ടിലെ പോലെ അങ്ങനെ ഒരുപാട് ഷെൽഫൊക്കെ ഉള്ള ഭയങ്കര മോഡേൺ കിച്ചണുകളൊക്കെ കുറവാണ്. ഉണ്ടായിരിക്കാം, അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, നമ്മളെ കൊണ്ട് താങ്ങൂല. അതിലെടുത്ത് അടുക്കി പെറുക്കി വെച്ചിട്ട് ദേണ്ട ഞാൻ
ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നമ്മുടെ അപ്പച്ചൻ്റെ കടയിലോട്ട് പോവാം. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ നമ്മുടെ അപ്പച്ചൻ്റെ കട കാണിച്ചു തന്നിട്ടുണ്ട്, ലൈവിലും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, വെച്ച് പിടിച്ചങ്ങ് നടന്നു ഗൈസ്. നേരം രാവിലെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. എനിക്കൊന്നൊരു 6:45 തൊട്ടേ നല്ല രീതിയിൽ വെയിൽ വരുന്നടാ. എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നു തമ്പുരാന്, ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ. ഇതാണ് നമ്മുടെ അപ്പച്ചൻ്റെ കട ഗൈസ്. ഫൈനലി നമ്മൾ കടയിലെത്തി ഗൈസ്. കുറച്ച് സാധനം എനിക്കാണെങ്കിൽ കാപ്പി കുടിക്കാൻ ഒരു മോഹമിടാം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ചേട്ടൻ വരുമ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ ചേട്ടൻ വരുമ്പോഴത്തേക്ക് പിന്നെ ചേട്ടൻ പാവും. ചേട്ടൻ ഇനി കുറേ ലേറ്റ് ആവിടാം, 10:11 മണിയൊക്കെ ആവും ചേട്ടൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനേ. അപ്പോഴത്തേക്ക് വെറുതെ ചേട്ടൻ ആ വെയിലത്ത് അവിടെ എല്ലാം പൊരിഞ്ഞ വെയിലത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ വേണ്ടടാ, നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ പിന്നെ ഇങ്ങനെ കുട്ടി കുട്ടി പാക്കറ്റിൽ കുറേ സാധനങ്ങൾ കിട്ടും. കുറേ സാധനങ്ങൾ അങ്ങനെയല്ല, 10 രൂപ സാധനങ്ങൾ. 10 രൂപയ്ക്ക് ചെറിയ ചെറിയ പാക്കറ്റുകളിൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, മലപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ഞാനതേ വാങ്ങിക്കാറുള്ളൂ. ഒരുപാടൊക്കെ വാങ്ങിച്ച് പൂപ്പിച്ച് കളയുന്നതിനെക്കാട്ടിൽ നല്ലത് കുറച്ച് വാങ്ങിക്കുന്നതല്ലേ. അങ്ങനെയെല്ലാം വാങ്ങിച്ച് തേണ്ടടാ, നമ്മൾ നമ്മുടെ തട്ടകത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് എൻ്റെ തട്ടകം, ഇതാണ് ഞാൻ താണ്ഡവ നൃത്തം ആടുന്ന സ്ഥലം. ഇതാണ് ആ 10 രൂപയുടെ സാധനം. ചീട്ട് പോലെ ഉള്ളൂ, ആകെ ഇച്ചിട്ടുള്ളൂ. പിന്നെ 10 രൂപയ്ക്ക് എത്ര കിട്ടും? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തേണ്ടടാ, ഗോതമ്പ് പൊടിയൊക്കെ എടുത്തങ്ങ് കലക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ താരം ഗോതമ്പ് ദോശ. നിങ്ങൾക്ക് വേണമെങ്കിൽ വായു, ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി തരാം. അങ്ങനെ കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു. ഉപ്പൊക്കെ കുറച്ച് ഉപയോഗിക്കുന്ന കേട്ടോ, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ, ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെയല്ല എന്നാലും. അപ്പം നേടടാ, നമ്മുടെ ചട്ടിയൊക്കെ അങ്ങോട്ട് ചൂടായി. ഞാൻ ഗ്യാസിൽ അങ്ങനെ വെക്കാറില്ലായിരുന്നു. ഗ്യാസിന് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാടാ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോടാ? ഇവിടെ ഭയങ്കര വിലയാടാ. പിന്നെ ഭാഗ്യത്തിൽ നമുക്ക് 2-3 ഗ്യാസ് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ പോകുന്നു. അങ്ങനെ തേണ്ടിട്ട് നമ്മുടെ ദോശക്കുട്ടരെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ദോശ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് തരുമെന്ന് വിചാരിച്ചു. എന്തിനാ, നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണ്ടേ? ഞാനിന്നൊരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടടാ എങ്ങനെയാന്ന്. അങ്ങനെ തന്നെടാ നമ്മുടെ ദോശ ഒരു സൈഡ് അങ്ങ് വെന്തടാ, നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടി. പിന്നെ കുറച്ച് തക്കാളി, ഒരു അര തക്കാളിയും കൂടെ ചേർത്ത് കേട്ടോ, ചെറിയ പുളിക്ക്. ഇച്ചിരി പുളി ഉണ്ടെങ്കിലല്ലേടാ സൂപ്പറാകത്തുള്ളൂ. അങ്ങനെ തന്നെടാ ആദ്യമേ ഉണ്ടാക്കിയപ്പോൾ ദോശ നല്ല സൂപ്പറായിട്ട് വന്നില്ലേ. ചില സമയം എൻ്റെ ഇടയ്ക്ക് ഹോൾ വരും, അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അത് കഴിഞ്ഞിട്ട് നേരിടാ എണ്ണയ്ക്കകത്തോട്ട് ഇതുണ്ട് സവാളയും തക്കാളിയും കൂടി ഇടുമ്പോൾ എൻ്റെ പൊന്നു തമ്പുരാനെ ചീറ്റലും പൊട്ടിത്തെറിയ ഗൈസ്. ഇത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി ഹെൽമെറ്റ് വെച്ച് കുക്ക് ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പൂടിട്ട് നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മസാലക്കൂട്ടന്മാരെ എല്ലാം കൊണ്ട് ഇടുക. ഞാനാണ് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്താ മുളക് പൊടിയോട് വിരക്തിയാണ് ഗൈസ്, എന്താണെന്നറിയത്തില്ല. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെന്താ ഇവിടെ ഇട്ടത്, മല്ലിപ്പൊടി, ഇത് 3 ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷമുണ്ടല്ലോ, നിങ്ങളിത് ഇളക്കാൻ പാടില്ല ഗൈസ്, അത് അടച്ച് വെച്ച് വേവിക്കണം. അങ്ങനെ നമുക്ക് അടുത്തത് കോഫി ഉണ്ടാക്കാൻ ഗൈസ്. ആദ്യം തന്നെ കുറച്ച് കോഫിപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് മധുരം വേണം കേട്ടോ, മധുരം ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ പാലൊഴിച്ച്, എന്താ അടിപൊളി കോഫിയുടെ അടിപൊളി. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഴം, റോബസ്റ്റ പഴമൊക്കെ കഴിക്കണം, നല്ല ചൂടല്ലേടാ. അതുകൊണ്ട് കുറച്ച് റോബസ്റ്റ പഴം കൂടി ചെത്തിയല്ല, കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങെടുത്തു. അത് കാണുമ്പോൾ അങ്ങ് കഴിക്കാൻ തോന്നുമല്ലേ, ചെറിയ ചെറിയ പീസാകുമ്പോൾ അങ്ങ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് കഴിക്കും. വലിയൊരു പഴമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചേട്ടന് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി ഗായ്സ്. എന്താടാ സൂപ്പറല്ലേ? ഞാൻ പറഞ്ഞില്ലേ, മുട്ട ഇളക്കാണ്ടിരുന്ന മുട്ട തന്നെ ഇങ്ങനെ കിട്ടും, സൂപ്പറല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേടാ. പുഴുകാൻ താമസിച്ച് അല്ലെങ്കിൽ പുഴുകാൻ മറന്നു പോയാലും മുട്ട ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി വെച്ചാൽ മതി. അങ്ങനെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ചേട്ടൻ തിരിച്ച് ബേക്കറിയിലോട്ട് പോയി. ഇനി പിന്നെയും ഞാൻ പാത്രം കഴുകലാണ്. ഇതെന്തുവാ ഇതാ, കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂതത്തെ കൂട്ടാണല്ലോ ഈ പാത്രങ്ങൾ, എത്ര കഴുകിയാലും തീരൂല. അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങ് തൂത്തുവാരാമെന്ന് വിചാരിച്ചു. എത്ര തൂത്തുവാരിയാലും പിന്നെയും പൊടിയാണ്. എങ്കിലും ഇപ്പോൾ വേനൽക്കാലം കൂടെ ആയതുകൊണ്ടേ ഭയങ്കര പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന ചെടികളാണ്, പക്ഷേ ഞാൻ ഒന്നും കളഞ്ഞില്ലടോ, ഒന്നും ഉണങ്ങിപ്പോയില്ല. ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാം നന്നായിട്ട് വളർന്നു കിട്ടി കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം, നിങ്ങളുടെ സജഷൻസ് പറ. അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാടാ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.